ഇതാണ് നമ്മുടെ നാറ്റപ്പൂച്ചെടി, നാറ്റപ്പൂച്ചി എന്നൊക്കെ പറയുന്ന നമ്മുടെ മിറാക്കിൾ ചെടി. എന്തിന്റെ മിറാക്കിൾ? മൈഗ്രെയിന്റെ മിറാക്കിൾ ചെടി. ഇതെങ്ങനെയാണിത്? ആരും കാണാണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പൊട്ടിക്കണം. എത്ര എണ്ണം പൊട്ടിക്കണം? ഇങ്ങനെ 1 2 3 മൂന്നെണ്ണം പൊട്ടിക്കണം. മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് മൂന്നെണ്ണം പൊട്ടിച്ച് ഇതൊന്ന് കയ്യിലിട്ടൊന്ന് ഇങ്ങനെ ഞരടാം. ഇതിൽ ചെറിയതായിട്ട് ജ്യൂസ് വരും. കണ്ട, നല്ലപോലെ ഞരടണം. ഇങ്ങനെ എന്താ നോക്കിയാൽ ചെറിയതായിട്ട് ജ്യൂസ് വരുന്നുണ്ട്. കണ്ട. എന്നിട്ട് നമ്മളുടെ ചെന്നി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ചെന്നി. നമ്മൾ പലതും ഇങ്ങനെ പഠിച്ചു നോക്കി. രണ്ട് ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരും. ഇതാണ് ചെന്നി. അപ്പൊ ഈ ചെന്നിന്ന് ഇടത്തെ ചെന്നിന്ന് വലത്തെ ചെന്നി ഇതിങ്ങനെ ഇടത്തെ ചെന്നിയിൽ മുട്ടിക്കുക. എന്നിട്ട് വലത്തെ ചെന്നി വരെ ഇങ്ങനെ കൊണ്ടുവരിക. വണ്ണായി. അതേപോലെ തന്നെ ഒന്നും കൂടെ ഇടത്തെ ചെന്നിയിൽ മുട്ടിക്കുക. ഒന്നും കൂടെ ഇങ്ങനെ വലത്തെ ചെന്നി വരെ കൊണ്ടുപോകും. പിന്നെ വലത്തെ ചെന്നിയിൽ മുട്ടിക്കുക. ഇങ്ങനെ കൊണ്ടുപോയി. ഇതെപ്പോ ചെയ്യണം? സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇതൊക്കെ കഴിഞ്ഞിരിക്കണം. അല്ല ചെടി പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരും കാണാണ്ട് പോയി പൊട്ടിക്കണം. പാമ്പ് കടിക്കാനൊന്നും ഉള്ള പാമ്പുള്ളടത്തൊന്നും പോയി പൊട്ടിക്കരുത്. അപ്പൊ ഇങ്ങനെ 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ ചെന്നി കുത്ത് വരില്ല എന്നാണ് പറയുന്നത്. എന്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ ഇതുപോലെ കൊണ്ടുകൊടുത്തിട്ട് അവർക്ക് കുറെ നാള് ചെന്നി കുത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നിരുപദ്രവപരമായിട്ടുള്ള ഒരു മെഡിസിനാണ്. എല്ലാവരും പരീക്ഷിച്ചു നോക്കണം.